ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. അന്നതിലും കാണുന്നതിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്, ഓൾറെഡി സബ്സ്ക്രൈബറാണെങ്കിൽ താങ്ക് യു വെരി മച്ച്. വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം അടുത്ത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ നമ്മുടെ എന്താണെന്നുള്ളത്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പിരിറ്റ്, താങ്ക് യു. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മൈക്ക് സ്പിരിറ്റ്, വെൽ ബീയിങ്, ഗ്രേറ്റ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയില്ല എപ്പോഴത്തേനും എൻ്റെ ലൈഫിൽ എല്ലാം ഒന്ന് ബാലൻസിൽ വരും. 6 നമ്പർ നിങ്ങൾക്ക് 666 നിങ്ങൾ മിക്കവാറും കാണുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, വെൽബീയിങ്ങിൻ്റെ കാർഡ്, ബാലൻസ് ആൻഡ് ഹാർമണിയുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 6 ഓഫ് കപ്പ്, 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ എന്താ പറയുക, പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നു. നമ്മളുടെ എന്താ പറയുക, ഓവറോൾ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കിട്ടുന്നത്. ഇൻട്രസ്റ്റിംഗ്. സമാധാനം, പീസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനത്തിനൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ പല പല ടഫ് പീരീഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല, അതെനിക്കറിയാം. ബട്ട് എന്നിരുന്നാലും ഈ ഒരു പീസിൻ്റെ കാർഡ് വരുമ്പോൾ ഉറപ്പായിട്ടും അധികം താമസിയാതെ നിങ്ങളുടെ ലൈഫിൽ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം. കാരണം ഞാനെപ്പോഴും ഇപ്പം എനിക്ക് ക്യാൻഡിലും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ല. ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഞാൻ ക്യാൻഡിൽ കത്തിക്കുമ്പോഴെല്ലാം പീസ്, പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ആണ് പറഞ്ഞ് കത്തിക്കുക. അപ്പം അതുപോലെ നിങ്ങളുടെ ലൈഫിലും പീസ്, സമാധാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം, അല്ലേ? അപ്പോൾ ആ ഒരു മനസ്സമാധാനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറാണ്. ക്ലെയിം ചെയ്യണേ, ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യണം. കാരണം പീസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഓക്കെ, പീസ്, വെൽബീയിങ്. നോക്കാം നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്. കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ വെയിറ്റിംഗ് ആണ്. എപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കമ്മിറ്റ്മെൻറ്റ് കിട്ടും. അധികം വൈകാതെ തന്നെ കമ്മിറ്റ്മെൻറ്റ്. ചില ആൾക്കാർക്ക് പ്രപ്പോസൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നും ഉറക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത്. ചില ആൾക്കാർ ഇതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത്തേനും ഈ പേഴ്സൺ എസ് പറയും. അത് ഇത്രയും പെട്ടെന്ന് തന്നെ എസ് പറഞ്ഞ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഈ കാർഡ്സിനകത്തുണ്ട്. ഓക്കെ, രണ്ടിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, 2 കാർഡ്സിനകത്തും. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലർട്ട് ചെയ്യുന്നൊരു കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്തതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വന്ന് നിങ്ങളുടെ മനസ്സിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി ഉണ്ട്. ഓക്കെ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് എനിക്ക് ഹീലിംഗ് ഗൈസ്. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ലൈഫിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ടഫായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയും മുറിവുകൾ ഏറ്റുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനോ ഒന്നിനും ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഹീലിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കിവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. ഇമോഷണലി ഹീലിംഗ്. ഓക്കെ, നമ്മുടെ മനസ്സിൽ നമ്മളെ ഒരുപാട് മനസ്സിനെ വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക. ഇൻട്രസ്റ്റിംഗ്. ഇത് 3ൻ്റെയും ഏകദേശം ഒരേപോലത്തെ കളർ കോമ്പിനേഷൻ. ഓൾറൈറ്റ്, ഹീലിംഗ്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. പീസ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹീലിംഗ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫൊർഗീവ്നെസ്. ചില ആൾക്കാർ ആ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ ഒരു ഫൊർഗീവ്നെസ് എനർജിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മളെ ചില സിറ്റുവേഷനിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആ ഒരു ഫൊർഗീവ്നെസ് എനർജിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ്. ജസ്റ്റിസിൻ്റെ കാർഡ് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഗുഡ് കർമ്മ, റിസൾട്ട് ഓഫ് അവർ ഗുഡ് കർമ്മേൻ്റെ ആണ് എനിക്ക് കാണുന്നത്. നമ്മൾ പറയില്ലേ, ഞാനെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ആരെന്തൊക്കെ ആഗ്രഹിച്ചാലും നമ്മൾ അതിന് വേണ്ടുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഈ ചെയ്യുന്നതിനുള്ള ഒരു റിസൾട്ടോ കാര്യങ്ങളോ എൻ്റെ ലൈഫിലൊന്നുമില്ല.
ഓക്കെ, നമുക്കപ്പം ഫർദർ എന്താണ് സ്പിരിറ്റ് നമ്മുടെ അടുത്ത് പറയാനുള്ളതെന്ന് നോക്കാം. ഈ ഒരു എനർജി കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നു. അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഏത് ഏരിയയിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പീസ്, കമ്മിറ്റ്മെൻറ്റ്, ഹീലിംഗ്. കമ്മിറ്റ്മെൻറ്റ് മേ ബി ചിലപ്പോൾ ജോബ് സിറ്റുവേഷനും ആവാം. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന്, പക്ഷേ ഇവിടെ എനിക്ക് ലവ് എനർജിയാണ്, കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡിനകത്തുള്ള എനർജി വൈസാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് നോക്കാം ഫർദർ സ്പിരിറ്റിന് എന്താ പറയാനുള്ളത്. മജീഷ്യൻ, മാനിഫെസ്റ്റേഷൻ. നിങ്ങളുടെ പല മാനിഫെസ്റ്റേഷൻസും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് വരുന്നു. ഓക്കെ, ചില ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, വാവ്, മിറക്കിൾ 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 മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ മിറക്കിൾ. ചില ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരുടെ അടുത്ത് ഫൊർഗീവ് ചെയ്യാണ്. ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിൽ നമ്മൾ വിഷമിപ്പിച്ച ആൾക്കാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫൊർഗീവ് ചെയ്യാൻ. പക്ഷേ നിങ്ങളുടെ നമ്മൾ പറയില്ലേ, നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് എന്താ പറയുക, നമ്മുടെ ബ്ലെസ്സിങ്സ് ഒന്നും ഈ പറഞ്ഞ പോലെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സും വന്നു ചേരണം. അപ്പം ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ 5 കപ്സിൻ്റെ എനർജിയിലേക്ക് നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയില്ലേ. ഓക്കെ, അതിലൂടെ എന്താ പറയുക, നമുക്ക് ലൈഫിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ റീവൈൻഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിതിനകത്ത് കിട്ടുന്നത്. നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരായിരുന്നാലും വിഷമിച്ച സിറ്റുവേഷൻസ് ആയിരുന്നാലും എല്ലാം നമ്മളൊന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു ചേരും. ഓക്കെ, ചില പെൻറ്റക്കിൾസ് ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരുപാട് ഹീലിംഗ്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് പോകുന്നു. ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നു, അല്ലെങ്കിൽ മാരീഡ് റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ. ചില ആൾക്കാർക്ക് ഓഫ് കോഴ്സ് കമ്മിറ്റ്മെൻറ്റ് 2 കപ്സ് ഒരു കൺഫർമേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു. അതിലൂടെ നമുക്ക് പീസ് ഓഫ് മൈൻഡ്, അതാണ് ഹീലിംഗ്. ഓക്കെ, ചില ആൾക്കാർക്കത് പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഹീലിംഗ് തന്നെയാണ് അല്ലേ. അപ്പം അതിലൂടെ ഒരു ഹീലിംഗ് ഉണ്ടാവുക ഉറപ്പായിട്ടും. ചില ആൾക്കാർക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പ് തന്നെയാണ്. ചില ആൾക്കാർക്ക് മെൻ്റൽ ക്ലാരിറ്റി, പല കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടത്, അടുത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ റിസൾട്ടിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റും, എൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് വേണ്ടുന്ന എഫേർട്സ്, അങ്ങനെയുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഏസ് ഓഫ് സോർഡ്സിൻ്റെ കാർഡ് വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അതിനെന്തൊക്കെയാണ് ഓപ്ഷൻസും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നു. ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് കാർഡ് ഉറപ്പായിട്ടും മാരേജ് ആണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എനിക്ക് നിങ്ങളുടെ മാരേജ് കാണാം. ഉറപ്പായിട്ടും മാരേജ്, ചില ടൈപ്പ് ഓഫ് സെലിബ്രേഷൻ. ചില ആൾക്കാരുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുമ്പോൾ നമ്മൾ ഹാപ്പി ആവില്ലേ, അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ചില ആൾക്കാർ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് ലൈഫിൽ. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഹെർമിറ്റ് കാർഡ്, ചില ആൾക്കാർ ഉറപ്പായിട്ടും സ്പിരിച്വാലിറ്റി എന്താണ് സ്പിരിച്വാലിറ്റി, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത്രയും പെയിനും സഫറിങ്സും കാര്യങ്ങളും വന്നു, എൻ്റെ ലൈഫിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരേ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു, എവിടെയാണ് എനിക്ക് പ്രശ്നം, എന്താണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത്, എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും അതിന് ഞാൻ എന്ത് എഫേർട്ടാണ് ഇടേണ്ടത്, എല്ലാത്തിനെക്കുറിച്ചും ഒരു ക്ലാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, ആ ഒരു മെഡിറ്റേഷൻ എനർജിയിലേക്ക് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക, കൂടുതൽ മെൻ്റൽ ക്ലാരിറ്റി കണ്ടെത്തുക എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഉറപ്പായിട്ടും കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡ്, നൈറ്റ് ഓഫ് കപ്സിൻ്റെ കാർഡ്, ഓഫർ. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ ചില ആൾക്കാർക്ക് ട്രാവൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ട്രാവൽ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയും എനിക്കിവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ഉറപ്പായിട്ടും ഹീലിങ്ങിൻ്റെ കാർഡ് വന്നു. ഹീലിംഗ് എനർജി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മീൻസ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് എനർജിയിലേക്കും ഹീലിംഗ് എന്താണ്, എൻ്റെ ലൈഫിൽ എങ്ങനെ ഹീൽ ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരാം, ഇമ്മീഡിയറ്റ്ലി എനിക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് ഞാൻ വരുത്തേണ്ടത് എൻ്റെ ലൈഫിൽ, അതൊക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നു. ചില ആൾക്കാർക്ക് ന്യൂ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് ന്യൂ ലവിൻ്റെ എനർജിയാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. 10 ഓഫ് സോർഡ്സിൻ്റെ കാർഡ്. ഓക്കെ, 10 ഓഫ് സോർഡ്സിൻ്റെ കാർഡ് വരുമ്പോൾ
എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു ടഫ് പീരീഡിലൂടെ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് ഇനി വയ്യ സ്പിരിറ്റ്, ഞാനെല്ലാം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യം സ്പിരിറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാണ്. എനിക്ക് വയ്യ, ഞാൻ തളർന്നു, ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് തളർന്നു. എനിക്കിനി മുന്നോട്ട് പോകാനും എങ്ങോട്ടാണ് മുന്നോട്ട് പോവേണ്ടത്, കാലെടുത്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നടക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിങ് സിറ്റുവേഷനിലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ആ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത് നിങ്ങൾ കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. എൻഡിങ്സ് ആൻഡ് ബ്രാൻഡ് ന്യൂ ബിഗിനിങ്സിൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ എന്തെങ്കിലും നമ്മൾ അറിയാനുണ്ടോ എന്നുള്ളത്. സ്പിരിറ്റ് എന്തെങ്കിലും നമ്മൾ ഫർദറായിട്ട് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനുണ്ടോ, പർട്ടിക്കുലർലി എന്തെങ്കിലും മനസ്സിലാക്കി വെക്കാനുണ്ടോ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കാം. സ്പിരിറ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്തെങ്കിലും പർട്ടിക്കുലർലി അറിയാനുണ്ടോ? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കിൾ സ്പിരിറ്റ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പർട്ടിക്കുലർ എന്തെങ്കിലും അറിയാനുണ്ടോ? താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. ഇൻട്രസ്റ്റിംഗ്. സൺ കാർഡ്. ഓക്കെ, പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ്, ജോയ്, ഹാപ്പിനെസ്. ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുടെ എനർജി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് എപ്പോഴത്തേനും എത്തും എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇനി ദ ലവേഴ്സ് കാർഡ് അഗെയിൻ കൺഫർമേഷനാണ് ഗൈസ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു, ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട്. ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. കാരണം ഈ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത് ഡിവൈൻ കണക്ഷനാണ്. ദൈവം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഡിസീവ് ചെയ്തിട്ടുണ്ട്, ഡിസീറ്റ് എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുമേ. മെൻ്റൽ ക്ലാരിറ്റിയുടെ എന്തോ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. യെസ്, അവരെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി, ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താ നടക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആവുന്നത് അല്ലേ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കേസിൽ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകട്ടെ. ഫൈനാൻസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു ചേഞ്ച്, ഇപ്പോൾ ഫൈനാൻസ് എപ്പോഴത്തേനും ചേഞ്ച് ആകും, ഇത് എപ്പോഴെങ്കിലും ചേഞ്ച് ആവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 2-3 സിറ്റുവേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ആൾക്കാർക്ക് മെൻ്റൽ ക്ലാരിറ്റീസ് ഓഫ് സോർട്സ് 2 ഡെക്കിനകത്തുനിന്നും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മെൻ്റൽ ക്ലാരിറ്റി, ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ ഒക്കെ കൺഫർമേഷനാണ് നിങ്ങൾക്ക്. ചില ആൾക്കാർ ക്ലിയർ കട്ട് ക്ലാരിറ്റി ആൻസേഴ്സൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഞാൻ കാണുന്നുണ്ട്. ചില ആൾക്കാർ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഓൺ പോയിൻറ്റ്, നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് ഫീലിങ്സ്, പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആൻസേഴ്സ് കിട്ടുന്നു. ഇൻഡ്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. ആ ഒരു ഇൻഡ്യൂഷൻ ഓൺ പോയിൻ്റ് ആയി തുടങ്ങുന്നു. എപ്പോഴത്തേനും എൻ്റെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആവുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുന്ന യെസ്, എൻ്റെ ഇൻഡ്യൂഷൻ എപ്പോഴും ഓൾവേസ് ഓൺ പോയിൻ്റ്. അത് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് ആൻസർ നമ്മൾ പറയില്ലേ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് വന്ന് ചേരുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയും മനസ്സിൽ സമാധാനം തോന്നുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസൊക്കെ ഓൺ പോയിൻ്റ് ആണെന്ന് അറിയുകയും അതനുസരിച്ച്, അതുപോലെ ചില ആൾക്കാർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് സെർച്ച് ചെയ്ത് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നത് കാണുന്നുണ്ട്. മെഡിറ്റേഷൻസ് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ മെഡിറ്റേഷൻസും അതുപോലെ അഫർമേഷൻസ് കൊടുക്കുക, അതുപോലെ എന്താ പറയുക സപ്ലിമെൻറ്റ്സ് കേൾക്കുക, എല്ലാത്തിനും ഒരു റൊട്ടീൻ ഉണ്ടാക്കുക, ഒരു ചാൻറ്റിങ് എന്താ പറയുക ഒരു പർട്ടിക്കുലർ ടൈം കുറച്ച് നേരം ചാൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് നമ്മൾ പറയില്ല എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു ടൈം ടേബിൾ എന്ന് പറയും.
അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച്, കാരണം എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ചെയ്തോളും. ആരുടെയും പുഷൊന്നും വേണ്ട. നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യേണ്ടത്, എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്ക് പോസിറ്റീവായി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി തേടിപ്പോവും. ഓക്കെ, ഇവിടെ നിങ്ങൾ അങ്ങനെ തേടി പോവുകയും അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുകയും അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ എക്സസൈസ് കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു എക്സസൈസ് ചെയ്യണം, ബോഡി മൂവ്മെൻറ്റ്സ് വേണം എന്നൊക്കെ, പക്ഷേ നിങ്ങളത് ആക്റ്റീവ്ലി ചെയ്യുന്നു. ഇത് എനിക്കിവിടെ ഈ പറഞ്ഞ പോലെ ഡാൻസ്, നിങ്ങൾ ആരെങ്കിലും സുംബ അല്ലെങ്കിൽ ഡാൻസിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ വേണോ എന്നുള്ളൊരു ഡബിൾ മൈൻഡഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയിൽ യെസ് ഞാൻ എന്തായാലും എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലൊരു ചേഞ്ച് ഉറപ്പായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ പല കാര്യത്തിനും നമ്മൾ പറയുന്നത് ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക കൺഫർമേഷൻ എനിക്കിനകത്ത് കിട്ടുന്നുണ്ട്. ഗ്രേറ്റ് ഒരുപാട് സന്തോഷം ഗൈസ്. കാരണം നമ്മുടെ ലൈഫിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് എല്ലാവരുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കളക്റ്റീവ്ലി അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ എന്തൊക്കെയോ മേ ബി ഇതുപോലെ ഒരുപാട് പോസിറ്റീവ് റീഡിങ്സ് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറേശ്ശെ പോസിറ്റിവിറ്റി വരും. ഓക്കെ, അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. എനിക്കറിയില്ല, സദ്ഗുരു, മൂജി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരുടെ ഒക്കെ വേർഡിങ്സ് കേൾക്കുക. എക്കാട്ടോളി എന്നൊക്കെ പറയുന്നത് വലിയ എന്താ പറയുക സ്പിരിച്വലി അത്രയും വലിയ ഗുരുക്കളാണ്. മീൻസ് എനിക്കും അത് അവരൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണുക, കേൾക്കുക. സന്ദീപ് മഹേശ്വരിയുടെ വീഡിയോസും ഒക്കെ കാണുന്ന ഒരാളായിരുന്നു, ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനെക്കുറിച്ചും പലതിനെക്കുറിച്ചും നമ്മുടെ ലൈഫ് എന്താണെന്നതിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും പ്രസൻറ്റ് മൊമെൻറ്റ് എന്താണെന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. ബാക്കി പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇപ്പം കിട്ടുന്ന ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതേ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു. ഓക്കെ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നതാണ്. മേ ബി നിങ്ങൾ കുറച്ച് നാളായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ സഫറിങ് എന്നുള്ളത് തിരിച്ചറിയാനും അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടെത്താനും അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കാനും ഒക്കെ നമ്മൾ പ്രിപ്പയർഡ് ആവില്ലേ, അതിൻ്റെയൊക്കെ എനർജിയാണ് എനിക്ക് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കിട്ടുന്നത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. മേ ബി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ റിയാലിറ്റിയിൽ വരട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് റീഡിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന്. വളരെ പോസിറ്റീവ് റീഡിങ്, പോസിറ്റീവ് മെസ്സേജസ്, ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റീസ്, ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ. ഗ്രേറ്റ് റീഡിങ്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.